കടലാസ് പ്രൊജക്റ്റുകളിൽ നിന്നും മാറി സൗദി അറേബ്യ കൂടുതൽ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന വർഷമാണ് 2026. അതിൻ്റെ ഭാഗമാണ് മക്ക മദീന കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ. നേരത്തെ ജിദ്ദയിൽ പൊളിച്ചതുപോലെ ഇപ്പോൾ മക്കയിലും ഒരു പൊളിക്കൽ നടക്കുകയാണ്. ഇത് വെറും പൊളിച്ചെടുക്കൽ മാത്രമല്ല. എന്താണ് മക്കയിലും മദീനയിലും 2026 പൂർത്തിയാകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്? അതിലെ മാറ്റങ്ങളിൽ മലയാളികൾക്കുള്ള അവസരങ്ങൾ എന്തെല്ലാമായിരിക്കും? ലോകത്തിന്റെ വളർച്ചക്കനുസരിച്ച് പുണ്യനഗരികളിലേക്കുള്ള തീർത്ഥാടകരുടെ വരവും വർദ്ധിക്കുന്നുണ്ട്. സൗദിയിൽ എത്താനുള്ള നടപടികളും ലളിതമാക്കിയതോടെ കോടിക്കണക്കിന് വിശ്വാസികളാണ് ഓരോ വർഷവും മക്കയിലും മദീനയിലും എത്തുന്നത്. സൗദി വിഷൻ 2030 ഭാഗമായി 30 ദശലക്ഷം തീർത്ഥാടകരെ, അതായത് 3 കോടിയോളം തീർത്ഥാടകരെയാണ് ഓരോ വർഷവും ഇനി സൗദി പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ തീർത്ഥാടകരെ സ്വീകരിക്കുന്നതോടൊപ്പം പുണ്യനഗരികളുടെ വികസനവും സൗദിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇതിന്റെ ഭാഗമായി മക്കയും മദീനയും മാറുന്നത് ഇവിടെ എത്തുന്ന ഓരോ സന്ദർശകരും കാണുന്നുണ്ട്, അത് അനുഭവിക്കുകയും ചെയ്യുന്നു. വിവിധ പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. മക്കയിലെ റോഡുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ വലിയ തോതിൽ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ മക്കയുടെ പല ഭാഗത്തായി കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയാണ്, നേരത്തെ ജിദ്ദയിൽ ചെയ്തതുപോലെ. തിരക്ക് കുറക്കാനായി നിരവധി സർവീസ് റോഡുകളും ഓവർബ്രിഡ്ജുകളും പണിതു കഴിഞ്ഞു. 10 വർഷം മുമ്പുള്ള മക്കയല്ല ഇന്നുള്ളത്. എണ്ണ ഇതര വരുമാനം കണ്ടെത്താനായി സൗദി അറേബ്യ സജീവമാക്കിയ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിയാണ് നഗരത്തിന്റെ മുഖം മിനുക്കുന്നത്. മക്കയിലെ മിസ്ഫല, ഖുദായ്, ജർവൽ, ഉതൈബിയ, ഗസ തുടങ്ങിയ നിരവധി അയൽപ്പക്ക പ്രദേശങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചു നീക്കുന്നത്. വളരെ പഴക്കം ചെന്ന കെട്ടിടങ്ങളായിരുന്നു ഇവിടങ്ങളിലെല്ലാം. ഈ ഭാഗത്തെ പല ഭാഗങ്ങളും പൊളിച്ചു നീക്കുന്നത് പൂർത്തിയായി കഴിഞ്ഞു. വർഷമായിട്ട് ഞാനിവിടെ ജെറുവലുണ്ട്. പക്ഷെ അതൊരു കുഴപ്പമില്ലാത്ത നല്ല ഏരിയ ആയിരുന്നു. ഒരു കച്ചറ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് അറം വികസനത്തിൻ്റെ പേരിൽ പെട്ടെന്നാണ് ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ മാറണമെന്ന് പറഞ്ഞത്. ഞങ്ങൾ റൂമും കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ രണ്ടാമത് കട നമ്മൾ ഷോക്കിയിലേക്ക് മാറ്റിയതാണ്. ഹറമിന്റെ ഏറ്റവും അടുത്ത മാർക്കറ്റുകളിൽ ഒന്നായിരുന്നു ജർവൽ ഉതൈബിയ സൂക്കുകൾ. ഇതും പദ്ധതിയുടെ ഭാഗമായി നീക്കം ചെയ്യുകയാണ്. ഇനി പുതുക്കി പണിയും. മക്കയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആദ്യം ജെറുവൽ ഭാഗം, അവിടെ ഒരുപാട് കടകളും സൂക്കായിരുന്നു, വലിയൊരു സൂക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സംബന്ധമായിട്ട് നമ്മൾ വികസനത്തിൻ്റെ ഭാഗമായിട്ട് അത് പൊളിച്ച്, അത് കഴിഞ്ഞ് നമ്മൾ ഉത്തേബിയ ഭാഗമാണ്. അപ്പോൾ ഉത്തേബിൻ്റെ റോഡിൻ്റെ ഒരു ഭാഗം ഇപ്പം നിലവിൽ പൊളിച്ച്, ഇനിയിപ്പം പൊതുവേ ഒരു സംസാരം എന്ന് പറയുന്നത് 1 കൊല്ലത്തിനകത്ത് വെച്ച് നമ്മൾ ഇപ്പുറത്തെ ഭാഗവും പൊളിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഒരുപാട് കടക്കാരും അതുപോലെ തന്നെ നമ്മളെ റൂമുകളും മലയാളീസ് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. നിരവധി മലയാളി സ്ഥാപനങ്ങളും താമസ കേന്ദ്രങ്ങളും നിറഞ്ഞ ഇടമാണ് പുതുക്കി പണിയുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ 10-40 വർഷത്തോളമായിട്ട് ഉത്തൈബിയിലുള്ളതാണ്. പിന്നെ ഇപ്പം അങ്ങനെ പുതിയ പ്രൊജക്റ്റുകൾ ഇവരെ ഗവൺമെൻറ്റല്ലേ, അവൾക്കനുസരിച്ച് നല്ലതാണ്. കാരണം ഇപ്പോൾ പൊളിക്കാൻ പോണത് നമ്മളെ മുസ്തഷ്ഫ ഉലാദയൊക്കെ പൊളിച്ചു കഴിഞ്ഞു. പിന്നെ ബാവുസീറിന് അവിടെ മുതൽ റോസ്റ്റ് വരെ ആണിപ്പോൾ ഏതാണ്ട് തീരുമാനമായി കാണുന്നത്. പിന്നെ ഉത്തീബിൻ്റെ ഈ ഉസൂസ് ഭാഗത്തേക്ക് ഒന്നും അറിയില്ല. ചിലപ്പോൾ പൊളിക്കാതിരിക്കാനൊന്നും അറിയില്ല എന്താ സംഭവിക്കുക എന്നുള്ളത്. ഏതാനും കടകളൊക്കെ ആ ഭാഗത്തെല്ലാം, ജെറുവൽ ഭാഗത്തെല്ലാം ഏതാനും കടയെല്ലാം പൂട്ടി കിടക്കാനുള്ളത്. കറണ്ടും ഇല്ല.
മക്ക മദീനയിലെ മാറ്റങ്ങൾ ഈ മാസം 24-ന് ജിദ്ദ റിറ്റ്സ് കാർട്ടിൽ നടക്കുന്ന മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റും വിശദീകരിക്കും. ഇതുവരെ ചെയ്ത പോലെയാകില്ല ഈ 2 നഗരങ്ങളിലും ഇനി സൗദി ചെയ്യാൻ പോകുന്നത്. ഈ സമയം ഉപയോഗപ്പെടുത്തി നിക്ഷേപത്തിനെത്തുന്ന മലയാളികളുടെ എണ്ണവും ഈ 2ഇടങ്ങളിലും വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. മക്ക ഹറമിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതിക്ക് 2025 ഒക്ടോബർ 15-ന് സൗദി അറേബ്യയുടെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ തുടക്കം കുറിച്ചിരുന്നു. അതായിരുന്നു കിങ് സൽമാൻ ഗേറ്റ് പദ്ധതി. പൂർത്തിയാവുന്നതോടെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്കുള്ള താമസ പ്രാർത്ഥനാ സൗകര്യങ്ങൾ ഒരുങ്ങും. ഹറമിന്റെ മുറ്റങ്ങൾ നീളും. പ്രാർത്ഥനയ്ക്കും കൂടുതൽ സ്ഥലങ്ങൾ ലഭ്യമാകും. 12 ദശലക്ഷം ചതുരശ്ര മീറ്ററാണ് വിസ്തൃതി. മക്കയിലെ താമസ അനുഭവം മികച്ചതാക്കുന്നതാകും ഇത്. പരമ്പരാഗത അറബ് ഇസ്ലാമിക വാസ്തുവിദ്യയുടെ മാതൃകയിലാകും നിർമ്മാണം. തീർത്ഥാടകർക്ക് ആത്മീയ അനുഭൂതി കൂടി നൽകുന്ന രൂപകൽപ്പന. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലുള്ള റുആ അൽ ഹറം അൽ മക്കി കമ്പനിയാണ് പദ്ധതി നടപ്പിലാക്കുക. തീർത്ഥാടനം മികച്ചതാകുന്നതിനോടൊപ്പം സൗദിയും വളരും. ലോകത്തിലെ ഏറ്റവും മികച്ച സ്മാർട്ട് സിറ്റികളായി ജനകീയവും മനോഹരവുമാക്കി മക്കയെയും മദീനയെയും മാറ്റുകയാണ് ലക്ഷ്യം. ഇതിനു പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. നിലവിൽ തന്നെ സൗദി അറേബ്യയുടെ GDPയുടെ ഏകദേശം 7% ഹജ്ജ്, ഉംറ എന്നിവയിൽ നിന്നാണ്. അതായത് ഏതാണ്ട് $12 ബില്യൺ. സൗദിയുടെ ഉള്ളടക്കത്തിൽ തന്നെ ആത്മീയതയുണ്ട്. ഏതെല്ലാം ടൂറിസം പറഞ്ഞാലും സൗദിയിലെത്തുന്നവരുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾ മക്കയും മദീനയും തന്നെയാണ്. നിയോം വന്നാൽ പോലും റിയൽ എസ്റ്റേറ്റ് പദ്ധതിയിൽ ഉൾപ്പെടെ ഇറക്കുന്ന പണം വേഗത്തിൽ സൗദിക്ക് തിരികെ കിട്ടുക മക്ക മദീനയിലാണ്. ഇന്ന് നിർമ്മാണം പൂർത്തിയാക്കുന്ന കെട്ടിടത്തിൽ നാളെ കയറാൻ അവിടെ ആളുണ്ട്. മക്ക, മദീന എന്നിവിടങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കാൻ സൗദി തീരുമാനിച്ചിരുന്നു. അത് ഈ വർഷം വരാൻ പോവുകയാണ്. ഇതിന്റെ ഭാഗമായി കൂടുതൽ വിദേശ കമ്പനികൾ ഇവിടെ എത്തുകയും ചെയ്യും. പൊളിച്ചു പണിയുന്ന മക്കയുടെ പ്രാന്തപ്രദേശങ്ങൾ സൗദിയിൽ കൂടുതൽ അവസരങ്ങൾ കൂടി തുറന്നുവെക്കും. നിക്ഷേപാവസരമൊരുക്കുന്ന മക്ക മദീനയിലെ സാധ്യതകൾ ഈ മാസം 24-ന് ജിദ്ദയിൽ നടക്കുന്ന മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റും പറയും. മക്കയിൽ മലയാളികൾക്കുള്ള സാധ്യത ഉപയോഗപ്പെടുത്തിയ നിരവധി പേരുണ്ട്. അവരെ ഫ്യൂച്ചർ സമ്മിറ്റിൽ കാണുകയും സാധ്യതകൾ പങ്കുവെക്കാനും സാധിക്കും. മക്കക്കും മദീനക്കുമൊപ്പം വളരാനുള്ള വഴികളും ഇവിടെ കാണാനാകും.